മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിക്കഴിഞ്ഞു ബി.ജെ.പി. നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം. 11-ൽ 9 സീറ്റുകളും സഖ്യം നേടി. അന്തരിച്ച മുതിർന്ന നേതാവ് ഗോപിനാഥ് മുണ്ടെയുടെ മകൾ പങ്കജ മുണ്ടെ ഉൾപ്പെടെ ബി.ജെ.പി. മത്സരിപ്പിച്ച 5 സ്ഥാനാർത്ഥികളും വിജയിച്ചു. ഷിൻഡെ വിഭാഗം ശിവസേനയും അജിത് പവാറിന്റെ എൻ.സി.പിയും 2 പേരെ വീതമായിരുന്നു നാമനിർദ്ദേശം ചെയ്തത്. ഈ 4 പേരും വിജയിച്ചു. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയിൽ നിന്ന് 2 പേരാണ് വിജയിച്ചത്. അതേസമയം തിരഞ്ഞെടുപ്പിൽ 7 കോൺഗ്രസ് എം.എൽ.എമാരെങ്കിലും ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ക്രോസ് വോട്ട് ചെയ്തെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടെയാണ് വിവിധ പാർട്ടികൾ കണ്ടത്. കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, എൻ.സി.പി, ശരത് പവാർ വിഭാഗങ്ങൾ അടങ്ങിയ മഹാവികാസ് അഘാഡി 3 പേരെയാണ് മത്സരിപ്പിച്ചിരുന്നത്. 5 സ്ഥാനാർത്ഥികളെ നിർത്തിയ ബി.ജെ.പിക്ക് 103 എം.എൽ.എമാരാണ് ഉള്ളത്. 4 സീറ്റുകൾ ഉറപ്പിക്കാമായിരുന്നുവെങ്കിലും 5-ാം സീറ്റിന് 12 വോട്ടുകൾ കുറവായിരുന്നു. ഷിൻഡെ വിഭാഗം ശിവസേനയുടെയും അജിത് പവാറിന്റെ എൻ.സി.പിയുടെയും കണക്കുകൾ കൂടി നോക്കുമ്പോൾ മത്സരിച്ച 9 സീറ്റുകളിൽ വിജയിക്കാൻ മഹായുതിക്ക് 28 വോട്ടിന്റെ കുറവുണ്ടായിരുന്നു. 37 എം.എൽ.എമാരുള്ള കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ നിർത്തിയിരുന്നു. 14 മിച്ച വോട്ടുകൾ സഖ്യകക്ഷികൾക്കിടയിൽ പങ്കിടാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതുപ്രകാരം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രദീന സദവിന് 30 ഒന്നാം മുൻഗണനാ വോട്ടുകൾ ലഭിക്കുമെന്നും ബാക്കി യു.ബി.ടിയുടെ മിലിന്ദ് നർവേക്കറിനാണെന്നും ആയിരുന്നു ധാരണ. എന്നാൽ സദവിന് 25 ഒന്നാം മുൻഗണനാ വോട്ടുകളും നർവേക്കറിന് 22-മാണ് ലഭിച്ചത്. അജിത് പവാർ എൻ.സി.പി ഗ്രൂപ്പിലെ ചില നേതാക്കൾ ശരത് പവാർ വിഭാഗവുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മഹായുതിയിൽ നിന്ന് കുറച്ച് വോട്ടുകൾ ലഭിക്കുമെന്ന് മഹാവികാസ് അഘാഡി പ്രതീക്ഷിച്ചിരുന്നു. അതേസമയം ശരത് പവാർ വിഭാഗത്തിന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടിയുടെ ജയന്ത് പാട്ടീൽ പരാജയപ്പെട്ടു. 2 വർഷം മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നത് അന്നത്തെ ഭരണമുന്നണിയായിരുന്ന മഹാവികാസ് അഘാഡിയെയാണ് ബാധിച്ചത്. പിന്നീടുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയും അന്നത്തെ തിരഞ്ഞെടുപ്പ് നൽകി. അധികം താമസിയാതെ ഏക്നാഥ് ഷിൻഡെ പാർട്ടിയിൽ കലാപം സൃഷ്ടിക്കുകയും ശിവസേന പിളരുകയും മഹാവികാസ് അഘാഡി സർക്കാർ നിലംപൊത്തുകയും ചെയ്തു. അതിനാൽ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും നിർണായകമാണ്. അതേസമയം ഈ വർഷാവസാനം നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന എം.എൽ.സി തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യത്തോടെയാണ് ഇരു മുന്നണികളും നോക്കിക്കണ്ടിരുന്നത്. വൻ ജയത്തിനു പിന്നാലെ മുതിർന്ന ബി.ജെ.പി. നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരുന്നു. 9-ൽ 9 എന്ന് മാത്രമാണ് അദ്ദേഹം ട്വീറ്റിൽ കുറിച്ചത്. ആകെ 11 സീറ്റുകളിലേക്കാണ് മഹാരാഷ്ട്രയിലെ ഉപരിസഭയായ എം.എൽ.സിയിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 12 സ്ഥാനാർത്ഥികൾ വീതം മത്സര രംഗത്തുണ്ടായിരുന്നു. മഹാരാഷ്ട്ര അസംബ്ലിയിൽ 23 സീറ്റുകളുള്ള ഒരു പാർട്ടിക്ക് ഒരു എം.എൽ.സിയെ വിജയിപ്പിക്കാം എന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ നിലവിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഫലം അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന് വേണം പറയാൻ. അതേസമയം 5 സ്ഥാനാർത്ഥികളെ നിർത്തിയ ബി.ജെ.പിക്ക് 103 എം.എൽ.എമാരാണുള്ളത്. ഇവർ 4 സീറ്റുകൾ ഉറപ്പാക്കുകയും 5-ാം സ്ഥാനത്തേക്ക് 12 എണ്ണത്തിന്റെ കുറവ് നേരിടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ മത്സരിച്ച 9 സീറ്റുകളിൽ വിജയിക്കാൻ മഹായുതി സഖ്യത്തിന് 28 വോട്ടിന്റെ കുറവുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് 9 സീറ്റുകളും വിജയിക്കാനായി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. സഭയിൽ കോൺഗ്രസിന് 37 എം.എൽ.എമാരാണ് ഉണ്ടായിരുന്നത്. ശരത് പവാറിന്റെ എൻ.സി.പിക്ക് ആകട്ടെ ആകെ 13 എം.എൽ.എമാരും ഉണ്ടായിരുന്നു. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 15 സീറ്റുകൾ സഭയിലുണ്ടായിരുന്നു. കൂടാതെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി, ഉവൈസിയുടെ AIMIM എന്നിവയ്ക്ക് 2 വീതം സീറ്റുകളും CPM-നും സ്വതന്ത്രനും ഓരോ സീറ്റും അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അതേസമയം ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെ ബി.ജെ.പി. വ്യത്യസ്ത പാർട്ടിയാണെന്നും കോൺഗ്രസിന്റെ പിഴവ് ആവർത്തിക്കരുതെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നു. ബി.ജെ.പി. വേറിട്ട പാർട്ടി ആയതുകൊണ്ടാണ് ജനങ്ങൾ തുടർച്ചയായി പാർട്ടിയെ അധികാരത്തിലെത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിൽ കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ കാരണമാണ് അവർക്ക് അധികാരം നഷ്ടമായത്. ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ ബി.ജെ.പി. ശ്രദ്ധിക്കണം. കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാനാണെങ്കിൽ ജനങ്ങൾ ബി.ജെ.പി. അധികാരത്തിലെത്തിച്ചതിന് ഫലമില്ലാതാകുമെന്നും ഗോവയിൽ ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കവേ നിതിൻ ഗഡ്കരി പറഞ്ഞു.
BJP മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന മുതിർന്ന നേതാവ് LK അഡ്വാനിയുടെ പ്രസ്താവന ഓർമ്മപ്പെടുത്തിയാണ് ഗഡ്കരി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. രാജ്യത്ത് സാമൂഹിക സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവരാനുള്ള ഉപകരണമാണ് രാഷ്ട്രീയമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.